UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ഒരു അവകാശവാദവും മുസ്ലിം ലീഗ് ഉന്നയിക്കില്ല എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അധിക മന്ത്രിസ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ലീഗ് ലക്ഷ്യം വെക്കുന്നില്ല എന്നും റിപ്പോർട്ടറിന്റെ നേരോ നേതാവെ അഭിമുഖ പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ആവശ്യപ്പെടുമെന്ന പ്രചാരണത്തിനിടയിലാണ് PK കുഞ്ഞാലിക്കുട്ടി നയം വ്യക്തമാക്കിയത്. മുന്നണി സമവാക്യങ്ങൾ പരിഗണിച്ച് കരുതലോടെ നീങ്ങാനാണ് ലീഗ് തീരുമാനം. ഇക്കാര്യത്തിൽ ഒരു അവകാശവാദത്തിനുമില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ വലിയ ഫോക്കസ് കൊടുക്കാറില്ല. ഒരു അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കൂല. എന്തിനാ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി? വ്യക്തിപരമായി എനിക്ക് ഒരു താല്പര്യമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ന്യായമുണ്ട്. അവസരം കിട്ടാത്തവരെ അർഹമായ രീതിയിൽ പരിഗണിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. അല്ലാതെ ഈ പറയുന്നതിലൊന്നും ഒരു ന്യായക്കടവുമില്ല. പക്ഷെ ഞങ്ങൾക്കാകെ ഉള്ളത് 27 സീറ്റല്ലേ, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുള്ളത് കൊണ്ട് അതുകൂടി നോക്കിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർക്കൊക്കെ നല്ല അർഹത ഉണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തത്. തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി PMA സമീർ മികച്ച സാമ്പത്തിക വിദഗ്ധനാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടേത് നൈമിഷിക വികാര പ്രകടനമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതായത് നൈമിഷികമായ ഒരു വികാരപ്രകടനം, അതിൻ്റെ അപ്പുറം ഒന്നും ഉണ്ടായില്ല. സമീർ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധനാണ്, പ്രൊഫഷണലാണ്. അതുമാത്രമല്ല അത്ര പാർട്ടിയിലില്ലാത്ത ആളല്ല. റിപ്പോർട്ടർ, മലപ്പുറം.